ഗുലാമിനെ അറിയാമോ, ഞങ്ങളുടെ ഗുലാമിനെ അറിയാമോ? ആരാണെന്നല്ലേ? നമ്മുടെ ഗുലാം നബി ആസാദ്. അദ്ദേഹം ഒരു ചെറിയ മീനല്ല. ഇന്ന് രാജ്യത്ത് പ്രതിപക്ഷ സ്ഥാനമെങ്കിലും കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു സാഹസത്തിന് അദ്ദേഹം മുതിരില്ലായിരുന്നു. പക്ഷേ സംഗതി, അദ്ദേഹം ജമ്മു കാശ്മീർ പിടിക്കാൻ പോയി അവിടുത്തെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കരഞ്ഞു, അദ്ദേഹം കരഞ്ഞൊക്കെയാണ് യാത്രയായത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാർട്ടിയുടെ എല്ലാ യൂണിറ്റുകളും പിരിച്ചുവിട്ടു ഗുലാം നബി. ഒരുപാട് കാലം ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് രണ്ടാമനായും രണ്ടാമരിൽ ഒന്നാമനായും ഒക്കെ നിറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. പാർട്ടിയുടെ മുഖമായിരുന്നു. അധികാരമുള്ള കാലത്തൊക്കെയും വളരെ സുഖസമൃദ്ധമായി ജീവിച്ച ആളാണ്. അങ്ങ് കാശ്മീർ മേൽവിലാസമുണ്ടെങ്കിലും നല്ലൊരു കാലഘട്ടവും സമാധാനപൂർണമായി ഡൽഹിയിൽ കഴിഞ്ഞുകൂടിയ ഒരാളാണ്. അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അലസമായി അലഞ്ഞു തിരിയുന്നതായി തോന്നിയപ്പോൾ, സ്ഥാനമാനങ്ങൾ വേണ്ടത്ര ലഭിക്കാതെ വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് അതിയാൻ അത്രയും നാൾ അഭയമൊരുക്കിയ എല്ലാവരെയും പറഞ്ഞ് വേറൊരു താവളം വിട്ടത്. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ തോമസ് മാഷിനെ പോലെ പോലും എവിടെയെങ്കിലും ഒരു ചില്ലിക്കമ്പിൽ പോലും ചാടിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. കളം വിട്ട അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിതുമ്പിയതും പുള്ളി കരഞ്ഞതുമൊക്കെ വലിയ ചരിത്ര സത്യങ്ങളാണ്. പക്ഷേ സംഗതി പോയെങ്കിലും എല്ലാവർക്കും അറിയായിരുന്നു ആ പോക്കിൻ്റെ ഒരു ഉന്നം. ആ പോയ പോക്കിൽ അങ്ങ് പോയി വേറൊരു പാർട്ടിയോ മറ്റോ ഉണ്ടാക്കി എന്തൊക്കെയോ പിടിച്ചെടുക്കാനൊക്കെ നോക്കി. ഒന്നും നടന്നില്ല. കാശ്മീരിലെ ജനങ്ങളാകെയും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും തിരിച്ചറിഞ്ഞപ്പോൾ ഗുലാം നബിയെ ശരിക്കും അവർ ഗുലാം ജാമാക്കി മാറ്റി എന്നതാണ് സത്യം. ഒടുവിൽ ഒരു ഗത്യന്തരവുമില്ലാതെ കഴിഞ്ഞ ഇലക്ഷനിൽ പാർലമെൻറ്റിലും മത്സരിച്ചു, അസംബ്ലിയിലും മത്സരിച്ചു. ഒരിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് ഭാരത് ജോഡോ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണെങ്കിൽ ചർച്ച നടത്താമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ്സിലുള്ളവർ തീരുമാനിച്ചത് വേണമെങ്കിൽ മടങ്ങി വരാം, അങ്ങനെ ക്ഷണിച്ച് വലിയ ആളൊന്നുമാക്കി കൊണ്ടുവരാൻ താല്പര്യമില്ലെന്നാണ്. ഒടുവിൽ അങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ എല്ലാം പിരിച്ചുവിട്ടതായി കണ്ടത്. അതെ, സത്യമില്ലെങ്കിൽ അങ്ങനെ പിരിച്ചുവിടപ്പെടും, പിരിഞ്ഞു പോകേണ്ടിയും വരും. നമ്മൾ സാധാരണ പറയുമല്ലോ, എവിടെ ഇരിക്കേണ്ട കുഞ്ഞ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചതുപോലെ ഗുലാം നബിയുടെ ചരിത്രം അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രങ്ങളിൽ അപൂർവമായ ഒരേടായിരിക്കും.